ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. പെട്ടെന്ന് വെച്ചിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. എന്താ വെച്ചാൽ അവിടെ താത്തയും ഉണ്ണികളൊക്കെ വണ്ടിമ്മന്ന് വീണ്ട കൈ ഒടുങ്ങി കാലൊടുങ്ങിയിട്ടൊക്കെ കിടക്കുന്നു. താത്താടെ കയ്യിൽ മുട്ടിൻ്റെ ഭാഗം പിന്നെ ഈ ഭാഗമൊക്കെ ആയിട്ട് ചെറിയൊരു ഇതുള്ളൂ. പക്ഷെ ഉണ്ണികൾക്കാണ് കൂടുതൽ ഇതായത്. കുഞ്ഞാറ്റക്ക് നല്ലോണം ഉണ്ട്. താനക്കതുപോലെ കാലിൻ്റെ ലാസ്റ്റ് ഭാഗം നടക്കുന്ന ഭാഗത്തായിട്ട് മുറിവുണ്ട്. ഒക്കെ ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പം അത് കാരണം കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനമില്ല. അപ്പം എന്തായാലും പോയിട്ട് വരാൻ വിചാരിച്ചു. 2 ദിവസമൊക്കെ നിന്നിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ല രാത്രിയാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞാറ്റക്ക് കുറച്ച് കൂടുതലാണ്. സ്റ്റിച്ച് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. അപ്പോൾ സാധാരണ ഒന്ന് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും പോയിട്ട് വരാം. പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളെ നിച്ചുവിനെ മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ അലക്കിയിട്ടുള്ളതൊക്കെ ഇവിടെ എത്തിയിരിക്കുക. ബെഡ്റൂമ് വിരിച്ചിട്ടിരിക്കുക. എന്താ വെച്ചാൽ മഴയാണ്. അപ്പം അത് കാരണം വെയിലില്ലല്ലോ. കാരണം അവിടെ വിരിച്ചിട്ടിരിക്കുക. അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ നിച്ചുമോൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് ചില ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്. അപ്പം അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെറുതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതെന്തായാലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ അല്ലേ വെളിച്ചം കൂടുതൽ. അവൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെ. ഈ ഡ്രസ്സ് ഇതാണ് നിച്ചൊന്ന് ഇട്ട് കൊടുക്കാൻ. എന്തായാലും ഞാൻ അവനെ ഒരുക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം. പിന്നെ പമ്പേഴ്സ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോയിക്കാം. അത് മേടിച്ചിട്ട് വേണം ഇനി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരുക്കങ്ങളും ഡ്രസ്സ് എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം കേട്ടോ. ചോനെ വാ അത് പോയി. അപ്പൊ ഞങ്ങള് സ്റ്റോപ്പിലേക്ക് അങ്ങോട്ട് വണ്ടിമ്മ പോവാണ്ട. വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ബസ് ഇല്ല. ഇന്ന് സൺഡേ ആയ കാരണം ബസ്സില്ല. അപ്പൊ അത് കാരണം ഉപ്പാടെ കൂടെയാണ് വണ്ടിമ്മ പോണത്. അപ്പൊ തന്നെ ഇച്ചുമോന് തോളും പിടിച്ചിട്ടൊക്കെ നിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അത് ഞങ്ങള് അവിടെ എത്തി. ബസ്സൊക്കെ വന്ന് ബസ്സിലൊക്കെ കേറിയിട്ടുണ്ട്. അപ്പൊ ആന പോണേ കണ്ടിട്ടാ. അപ്പൊ ആനനെ ഒന്ന് നിച്ചുമോൻക്ക് കാണിച്ചു കൊടുക്കാനിച്ചിട്ട് അവനെ അവിടെ സീറ്റും പിടിച്ചിട്ട് നിക്കല. അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ വണ്ടിമ്മ വരുമ്പോഴാണേലും അങ്ങനെ തന്നെ അല്ലേ. എല്ലാം പിടിച്ചിട്ട് നിക്കുള്ളൂ. ഇരിക്കല് കുറവാള്. അപ്പൊ അത് ആന പോണ കണ്ടപ്പോ ഞാൻ അത് ആനന്നൊക്കെ പറയുന്നുണ്ട്. അവൻ മൈൻഡ് ചെയ്യണില്ല. അവനക്കുണ്ട് ആനനെ പറ്റിയിട്ട് വല്ലതും അറിയാം. അപ്പൊ അവ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ പിടിച്ചിട്ട് നിക്കണ്ട. പിന്നെ അത് പോണ ടൈമിൽ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ബസ്സിൽ ഇരുന്നിട്ട്. ഭയങ്കര വർത്താനായിരുന്നു. ആരോടാന്നൊന്നും ഇല്ല. ഒറ്റക്ക് കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആള്. ഇപ്പൊ ഞങ്ങള് കുറുക്കഞ്ചേരി എത്തിയിട്ട. നമ്മളെ ലക്ഷ്മി നക്ഷത്രയുടെ നാടായ കുറുക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ കുറച്ചുള്ളൂ നമ്മളെ ശക്തനിലേക്ക് എത്താന്. അപ്പൊ ഏകദേശം സ്റ്റാൻഡ് എത്താറായപ്പോ പിന്നെ നിച്ചുമോൻ ഉറങ്ങി. എനിക്കും നല്ല ഉറക്കം വരെയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉറങ്ങിയില്ല. എനിക്കിങ്ങനെ ഒറ്റക്കൊക്കെ പോകുമ്പോ ഉറങ്ങാനൊരു പേടിയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണുറന്നു നോക്കും. അപ്പൊ പേടിയാണ്. ആരെങ്കിലും കൂടെ ഉണ്ടായ കുഴപ്പമില്ല. അപ്പൊ ഞാനും ഉറങ്ങിയില്ല. പിന്നെ ഞാന് അവിടെ എത്തി. സ്റ്റാൻഡിലെത്തിയപ്പോ പിന്നെ അടുത്ത ബസ് കയറണല്ലോ. അപ്പൊ അടുത്ത ബസ്സും കേറി. അത് പിന്നെ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ എത്തിയപ്പോ നമ്മളെ വീടിന്റെ അവിടുത്തെ സ്റ്റോപ്പിലെത്തിയപ്പോ ഇവിടെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. സാധാരണ ഞങ്ങൾ പോണ വഴി ഇങ്ങനെയല്ല കേട്ടാ. ഇങ്ങനെ പോകുമ്പോ കുറച്ച് വളഞ്ഞിട്ട് പോണം. ഞങ്ങൾ പോണ വഴിയാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് എത്തിക്കോളൂ. പക്ഷെ ഡ്രൈവർ പറഞ്ഞ് അവിടെ ആരോ മരിച്ചിട്ടുണ്ട്. അപ്പൊ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മക്ക് എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. എത്തിയാൽ മതിയല്ലോ. അങ്ങനെ അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് വണ്ടിയിലാണ് വന്നത്. വീടിന്റെ അവിടെ ഇറങ്ങിയിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞങ്ങള് വണ്ടിക്കാണ്ട വന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നത്. അവരെ റിയാക്ഷൻ എന്താ നോക്കാം.
കുത്താൻ വിളിച്ചപ്പോഴും പറഞ്ഞു ചാച്ചി 4 ദിവസം കൊണ്ട് ബർത്ത്ഡേക്ക് ചാച്ചി വായോ. പക്ഷേ ഞാൻ ബർത്ത്ഡേക്ക് വരാൻ ചേച്ചി നിന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വരേണ്ടി വരും. എന്തായാലും ഒരു റിയാക്ഷൻ നോക്കട്ടാ. ഉപ്പ അവിടേക്ക് സ്റ്റോപ്പിലേക്കാക്കി. നല്ല വിശേഷം. മിടടുത്തേക്കല്ലേ കാലോക്കട്ടെ കുയി പോലായാ. എന്നിട്ട് എന്തൊക്കെ എടുക്കാത്ത എന്നോടൊക്കെ എടുക്കാൻ പറഞ്ഞിണ്ടാ. ഊരാ ചായക്കൊന്നുമില്ലേ? ഇവിടെ ചായക്ക് ഓറഞ്ച് വേണോ? ഓറഞ്ച് വേണോ? എന്നാ ഓറഞ്ച് അവിടെ ഉണ്ടായിരുന്നു. ഈ ചാപ്പി ആ ഗന്ധം വിട്ടല്ലേ. എന്ത് ഞാൻ അതെപ്പോ വന്നുള്ളൂ. നിച്ചുമോൾക്ക് ഇവിടെ വന്നാ പിന്നെ ഈ ബോക്സ് കണ്ടാ പിന്നെ വെറുതെ വിടൂല കേട്ടാ. എന്താ വെച്ചാ പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ബഹളാവും. അത് വെച്ചു കൊടുത്തില്ലേ പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കരയും. അപ്പൊ അത് കാരണം പാട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുക. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഓണറിന് ഫോണുണ്ട്. അപ്പൊ അവള് ഫോണിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ കാരണം ഇന്ത്യയിലും പാട്ട് വെച്ചിരുന്നു. അപ്പൊ വീഡിയോ എടുക്കണ കാരണം ഞാൻ പിന്നെ അത് ഓഫ് ചെയ്ത്. പിന്നെ അത് എനിക്ക് വന്ന മൈക്കാണ്ടത്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ ഞാന് അഡ്രസ്സ് തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഡ്രസ്സ് മൊത്തം എടുത്തത് ഇക്കാടെ വീടിന്റെ അടുത്ത് കൊടുത്ത്. പിന്നെ പിൻകോഡ് മാത്രം എടുത്തതായിപ്പോയി. അപ്പൊ പിൻകോഡ് നോക്കിയിട്ടാണ് സാധനം വന്നത്. അപ്പൊ ഇവിടേക്കാണ് കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇവരോട് പറയാണ്ട് തന്നെ അവര് പൊളിച്ചു നോക്കുന്നു പറഞ്ഞപ്പോ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ കാണിച്ചു തന്നു. അപ്പൊ പിന്നെ പറയാണ്ട് വരണല്ലേ, ഇനിയിപ്പൊ അത് പൊളിക്കണ്ട ഞാൻ വന്നിട്ട് നോക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് കാരണം അവര് നോക്കിക്കോട്ടെ എന്നും വിചാരിച്ച്. പിന്നെ നിച്ചുമോൻക്ക് ഒരു ടെഡി ബിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും ഒന്നിച്ചാണ്ട് വന്നത്. അപ്പൊ ആ ടെഡി ബിയർ ആയിട്ട് കളിക്കണാണ് മുന്നേ കണ്ടത്, ആ ഒരു പിങ്ക് ടെഡി ബിയർ. അപ്പൊ അങ്ങനെ അപ്പൊ അതായത് ഓണറിന്റെ ആങ്ങളുടെ മോളാണ് ട്ടാ. അപ്പൊ ഇവളെന്ന് വെച്ചാല് ഇവളെ നല്ല ഇഷ്ടമാണ് നിച്ചുമോൻക്ക്. അപ്പൊ അവളൊക്കത്ത് ഇരുന്നിട്ട് ഞാൻ കയ്യാട്ടിയപ്പോ വരണൊന്നുമില്ല. പിന്നെ വന്നിട്ടാ. അപ്പൊ വിശന്നപ്പോഴാന്ന് തോന്നി എന്റെ അടുത്ത് കൈയെടുത്തിട്ട്. അതുവരെ അവനെ വിളിച്ചിട്ട് വന്നിരുന്നില്ല.
താത്ത പുറത്ത് പോകാൻ വേണ്ടി നിൽക്കേണ്ട. അപ്പം അളിയനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അളിയൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ് ആള്. അപ്പം അത് കണ്ടപ്പോൾ നീച്ചും പിന്നെ എൻ്റെ അടുത്തേക്ക് വരണില്ല, കൈയൊക്കെ തട്ടി മാറ്റാണ്. ഇപ്പം എല്ലാവരും പോകുമ്പോഴും വണ്ടിമാര് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഓടും അവന്. ഇത് പിന്നെ കുഞ്ഞാറ്റനോടൊന്ന് കിടക്കാൻ പറഞ്ഞപ്പോ കിടന്നാണ്ട്, അല്ലാണ്ട് റെസ്റ്റ് ഒന്നുമല്ല. ഞാന് കൊറേ നേരം ചീത്തറാണ് കിടക്ക് കിടക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വെറുതെ ഒന്ന് കിടന്നതാ, ഇനിയിപ്പോ എണീറ്റ് ഓടും. അപ്പൊ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടാ. പിന്നെ എന്താ വെച്ചാല് ഇതേപോലെ ഉത്താനുള്ള കാലത്ത് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാച്ചിയെ വായ ചാച്ചിയെ 4 ദിവസമുള്ള ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാല് ബർത്ത്ഡേക്ക് ഞാൻ ചെലപ്പോ വരുള്ളൂ, ഉറപ്പില്ല. അത് അവനോട് വെറുതെ പറഞ്ഞാട്ടാ. ഇവിടെ ഉമ്മാടും താത്താടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരും, പക്ഷെ അവനോട് പറയാണ്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരാന്നൊക്കെ വിജയിച്ചിട്ടായിരുന്നു നിന്നിരുന്നേ. നോക്കുമ്പോ ഇങ്ങനെ വണ്ടി കൊണ്ട് വീണെന്ന് പറഞ്ഞപ്പോ പിന്നെ ചേട്ടപ്പൊ ഒരു ഇതുണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് വരാന്ന് വിചാരിച്ച്. അപ്പോ ഇവിടെ എത്തിയപ്പോഴാണ് അവര് അറിഞ്ഞത് ഞാൻ വരുന്നത്. ഇന്നലെ വിളിച്ചപ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വന്നപ്പോ ആൾക്കാർ ഓടിയിട്ട് വന്ന് കെട്ടിപ്പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ, പക്ഷെ ആൾക്കാർക്ക് വണ്ടി കൊണ്ട് വീണിട്ട് റെസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് റെസ്റ്റിലൊന്നുമല്ല കേട്ടോ. അവര് കുട്ടികളല്ലേ, ഓടിച്ചാടി നടക്ക. രാത്രി ഇന്നലെ തന്നെ കുഞ്ഞാറ്റക്ക് നല്ല വേദനയൊക്കെ ആയിരുന്നു പറയുന്നുണ്ട് കാലിന്. അപ്പൊ അത് കാരണം കുട്ടികളായ കാരണം പിന്നെ പിടിച്ച് വെക്കാൻ പറ്റൂല, എത്ര ഇഞ്ചിട്ടോ പിടിച്ചു വെക്കാം. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിന് ഓടിക്കളിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും തല നാളെ സ്കൂളിൽ പറഞ്ഞേക്കണം എന്ന് പറയുന്നുണ്ട്. സ്കൂളിലാകുമ്പോ ഒരു ഭാഗത്ത് ഇരിക്കുമല്ലോ, ടീച്ചർമാർ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഇരിക്കും. അപ്പൊ അത് കാരണം കുഞ്ഞാറ്റനെ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്, ശ്രദ്ധിക്കണം. അത് കാരണം വീട്ടിൽ തന്നെ ഇരുത്താൻ പോണു. പിന്നെ ഉത്താനും കൂടെ രണ്ടാളും കൂടെ ഉണ്ടാവുമ്പോഴാണ് രണ്ടാളും ഓടിക്കളിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരാളാകുമ്പോ അവിടെ ഇരുന്നോളൂ. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം എത്ര ഉള്ളു. ഞാനിനി എന്തായാലും അവന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകണുള്ളൂ. ഇനിയിപ്പോ പോയിട്ട് പിന്നെയും വരേണ്ടി വരും ഞാൻ. അപ്പൊ അങ്ങനെ, അത് കാരണം എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളൂ കേട്ടാ. പിന്നെ അതൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാന് മീഷോന്ന് ഓർഡർ ചെയ്താണ് ഈ മൈക്ക്. കുറേ ആയി ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കണം. എന്താ വെച്ചാല് നമ്മൾ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഉറക്കെ പറയണം. അപ്പോ ഉറക്കെ പറഞ്ഞെങ്കിലാണ് കുറച്ചെങ്കിലും ഇതിൽ കേൾക്കുള്ളൂ. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ ആയി മേടിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇപ്പൊ ഓണാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇനി എന്താന്നുള്ളത് നോക്കട്ടെ, സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ. അപ്പൊ അത് കാരണം തന്നെയാണ് ഓണാക്കിയിട്ടൊന്ന് നോക്കണേ ഞാൻ. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളൂ കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ, കമന്റ് ഒക്കെ ചെയ്യണേ. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടാ. അപ്പൊ ഇനി നമുക്കൊരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. വരെ ബൈ.